ഹലോ ഫ്രണ്ട്സ്, ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു തമിഴ് ബ്രാഹ്മൺ ഫ്രണ്ടാണ് കേട്ടോ. അവരുടെ കല്യാണ വീട്ടിലത്തെ സ്പെഷ്യൽ കേസരി റെസിപ്പിയാണ് ഇതെന്നും പറഞ്ഞ് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ പറഞ്ഞു നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല അവർ കല്യാണ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നത്. അതിൽ 2-3 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കി, ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ട്രൈ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. കേസരിയിലോട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെയുള്ള മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതുപോലുള്ള മെഷറിംഗ് കപ്പിൽ 3/4 കപ്പ് നെയ്യാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. മെഷർ ചെയ്തതിന് ശേഷം ഈ 3/4 കപ്പ് നെയ്യിൽ നിന്നും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഞാനിതിലോട്ട് ഏകദേശം 9-10 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ആവശ്യമെങ്കിൽ കിസ്മിസോ റേസിൻസോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കാഷ്യൂ നട്ട്സ് ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഇതേ പാനിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എടുത്തു വെച്ചതിൽ ബാക്കിയുള്ള നെയ്യ് ഫുൾ നമുക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ തന്നെ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് റവയാണ് ഈ കാണുന്നത്. ഇത് വറുത്ത റവയാണ്. നമ്മൾ സാധാരണ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന വറുത്ത റവ തന്നെയാണിത്. അത് നമുക്ക് ഈ നെയ്യിലോട്ട്, ചൂടായ നെയ്യിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, തീ കൂട്ടി വെക്കാൻ പാടില്ല. ഏകദേശം 1 മിനിറ്റോളം, 1 മിനിറ്റ് തന്നെ വെക്കണം എന്നില്ല, ലോ ഫ്ലെയിമിൽ അത് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് വറുത്ത റവയാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് തീർച്ചയായിട്ടും ചെയ്യണം. കാരണം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ കേസരിയുടേതായ ആ ഒരു സ്പെഷ്യൽ ഫ്ലേവറും സ്പെഷ്യൽ ടേസ്റ്റും കിട്ടില്ല. അതുപോലെ തന്നെ 3/4 കപ്പ് നെയ്യ് തന്നെ ഉപയോഗിക്കണം. ഇതിനേലും കൂടുതൽ നെയ്യാണ് സാധാരണ രീതിയിൽ ആളുകൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 3/4 കപ്പ് നെയ്യ് വളരെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിനേലും കുറഞ്ഞു പോയാലും നമുക്ക് അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. കേസരി വളരെ റിച്ച് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നെയ്യിലൊന്നും നമുക്ക് പിശുക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ 3/4 കപ്പ് നെയ്യ് തന്നെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 50 സെക്കൻഡോളം ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പം റവയുടെ നിറം അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആവാൻ പാടില്ല. നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. നെയ്യും ഈ റവയും, വറുത്ത റവയും നെയ്യോടെ നമുക്ക് ഇതുപോലെ വേറൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റി വെക്കണം. ഇതേ പാനിൽ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള സാധാരണ 2.5 കപ്പ് വെള്ളം മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഞാൻ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനെ ഒന്ന് പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് തീ നമുക്ക് ഏറ്റവും ഹൈ ഫ്ലെയിമിലാക്കി ഓൺ ചെയ്ത് വെക്കാം. വെള്ളം ഒന്ന് ചൂടായി തുടങ്ങുമ്പം ഞാൻ ഇതിലോട്ട് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. സാധാരണ കേസരിയിലോട്ട് ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഞാൻ ഏകദേശം 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇത് ഒട്ടും നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ഫോട്ടോയിലൊരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ കളർ ചേർക്കുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കളർ ചേർക്കാണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനിയാണ് ഞാൻ ഇതിലോട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അവരുടെയൊക്കെ വീട്ടിൽ കേസരി തയ്യാറാക്കുമ്പം റോസ് എസൻസ് ഇല്ലാണ്ട് റെഡിയാക്കാറേ ഇല്ല എന്ന്. റോസ് എസൻസ് ആണ് ഇതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. നമ്മൾ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പം കേസരി കഴിക്കുമ്പം നമ്മൾ വിചാരിക്കും നമുക്ക് എന്തുകൊണ്ട് വീട്ടിൽ അത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന്. എന്നാൽ അവരോട് ചോദിച്ചു നോക്കിക്കോ, അവരും ഇതുപോലെ റോസ് എസൻസ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ റോസ് എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം എല്ലാ ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ല, നന്നായിട്ട് ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവയും നെയ്യും ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് ഇതിലോട്ട് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം.
എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കുമ്പോൾ കുറേശ്ശെ വേണം ചേർക്കാനായിട്ട്. അതെല്ലാം കൂടി ഒറ്റയടിക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ കട്ടകൾ കൂടാൻ ചാൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് അതിലുള്ള കട്ടകളെല്ലാം ഉടച്ചു കൊടുത്ത് വേണം ഇളക്കിയെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. സാധാരണ നമ്മുടെ നാട്ടിൽ കേസരി തയ്യാറാക്കുമ്പം എല്ലാവരും പാലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ ചെയ്ത് നോക്കൂ ഒരു പ്രാവശ്യമെങ്കിലും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പാൽ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന്. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ പിന്നെ ഒരിക്കലും പാൽ ഉപയോഗിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടേസ്റ്റ് ശരിക്കും വെള്ളത്തിൽ കേസരി ചെയ്യുമ്പോഴാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം ഇപ്പോഴും ഫ്ലെയിം ഏറ്റവും ലോ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കറിയാം ഈ കേസരി ചെയ്യുമ്പം കേസരിയിൽ ചേർക്കുന്ന റവ വളരെ നന്നായിട്ട് വെന്ത് കിട്ടണം. നന്നായിട്ട് വെന്താൽ മാത്രമാണ് കേസരിയുടേതായ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ മൂടി വെക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റോളം ഇതിനെ മൂടി വെക്കാം. ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, വളരെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന റവയെല്ലാം നല്ല പഞ്ഞി പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വേണം ആയി കിട്ടാനായിട്ട്. ഇതുപോലെ ഇത്രയും നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷമാണ് നമ്മളിതിലോട്ട് പഞ്ചസാര ചേർക്കാൻ പോകുന്നത്. ഞാനിതിലോട്ട് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2-3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ നല്ല പഞ്ഞി പോലെ റവ വെന്തിട്ടുണ്ടാവണം. അങ്ങനെ വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. കാരണം ആദ്യമേ പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റവ പ്രോപ്പറായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ റവ വെന്തില്ലെങ്കിൽ പിന്നെ കേസരിക്ക് ഒരു സ്വാദും കാണില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് വെള്ളം പോലെ ഇരിക്കും. കാരണം എന്താണ്, പഞ്ചസാര ഉരുകി വരുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം പോലെ കാണുമ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, അത് പെട്ടെന്ന് തന്നെ അത് വറ്റിപ്പോകും. പിന്നെ ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അത്രയെങ്കിലും ചേർക്കണം, എന്നാൽ മാത്രമാണ് കേസരിക്ക് സ്വാദ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല കട്ട മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് ഏകദേശം റെഡിയാകാറാവുമ്പം ഇതുപോലെ പാനിൻ്റെ സൈഡിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് പാകം എത്തിയെന്ന് മനസ്സിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലോട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ബൗളിൽ ഞാൻ അത്യാവശ്യം കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്വയർ ടിൻ ഉണ്ടെങ്കിൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ഏകദേശം നന്നായിട്ട് ആറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ചൂടുണ്ട്, എനിക്ക് ഈ കുറച്ച് ചൂടിലാണ് ഇഷ്ടം കേട്ടോ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലോട്ട് കമിഴ്ത്തി നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേറ്റിൽ കോരിയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അതുപോലെ കഴിക്കാം. അല്ലെങ്കിൽ സ്ക്വയർ ടിന്നിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി കേസരി നേരിയ ചൂടിൽ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കഴിക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കൂ. നല്ല സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ നിന്നും കിട്ടുന്ന കേസരിയുടെ അതേ ടേസ്റ്റാണ് ഇതിനുമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.